ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമലാ. അവിടെ നിന്ന് അങ്ങോട്ട് എത്തിയിട്ട് മിമ്മായിൻ മഈൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളും സഹാബത്തും എവിടെന്നാണ് ഈ കേൾക്കുന്നതെന്ന് ശ്രദ്ധിച്ചിങ്ങനെ അവിടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇദാ ഖബറു ഇൻസാൻ, ഒരു മനുഷ്യന്റെ ഖബറിൽ നിന്നിട്ടാണ് ആ പാരായണം കേൾക്കുന്നത്. ഒരു ഖബറാണല്ലോ അവിടെ ചെയ്യുന്നത്, അതിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. മഹാനായ നബി തങ്ങളുടെ ഹദറത്തിലെത്തിയതായ സംഘത്തലവൻ ചെന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നബിയേ. ഖബറിടത്തിൽ നിന്നും ഒരു തബാറക്കല്ലദീ സൂറത്ത് കേട്ടു. ഹിയ മുൻജിയ തുൻജിഹി മിൻ അദാബിൽ ഖബർ നബിയനാ റസൂലുള്ളാഹി. തബാറക്കല്ലദീ സൂറത്ത് ഖബറിലെ ശിക്ഷയിൽ നിന്നും നിങ്ങളെ തടയുന്ന പരിചയാണ് സഹാബത്തെ. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു, മൻ ഖറാ തബാറക്കല്ലദീ കുല്ല ലൈലത്തിൻ മനഅഹു അല്ലാഹു അസ്സ വജല്ല മിൻ അദാബിൽ ഖബരി നബിയനാ റസൂലുള്ളാഹി. എല്ലാ രാത്രിയിലും തബാറക്കല്ലദീ പതിവാക്കുന്നയാളെ പടച്ചതമ്പുരാൻ ഖബറിലെ സർവ്വ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്, തടയുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഇനി ഒരു വെള്ളിയാഴ്ച രാവ് നിങ്ങളിവിടെ കൂടിക്കൊള്ളണമെന്നില്ല, ബാവാ മൗലവി ജനങ്ങളോട് ഇതോടെ പറഞ്ഞോളണമെന്നില്ല. അവസാനത്തെ ദിവസം എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട് ഇരിക്കുന്ന മുഴുവൻ അടിയാറുകളോട് ഞാൻ പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച ഒറ്റമൂലി ഇന്ന് മുതൽ ജീവിതത്തിൽ പകർത്താൻ, അത് നടപ്പിലാക്കാൻ നിങ്ങളെല്ലാവരും നെയ്യത്താക്കി ബഹുമാനിക്കണം. എങ്ങനെ? ഞാൻ പറയുന്നത് പോലെ പടച്ച റബ്ബേ തബാറക്കല്ലദീ സൂറത്ത് ലഭിച്ചത് മുതൽ ഒറ്റ രാത്രിയിലും പൊന്നാര നബി തങ്ങളത് മുടക്കിയിട്ടില്ലല്ലോ. അല്ലാഹുവേ, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന എത്ര ദിവസം എന്നെ നീ ഇവിടെ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ? ഇങ്ങനെ നെയ്യത്താക്കണം. അല്ലാഹുവേ, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന എത്ര രാത്രി എന്നെ നീ ഇവിടെ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ റബ്ബേ? ആ രാത്രി മുഴുവനും തബാറക്കല്ലദീ ഓതാൻ ഞാൻ ഈ മജ്ലിസിൽ നെയ്യത്താക്കുന്നു അല്ലാഹ്. അങ്ങനെ നെയ്യത്താക്കണം. ഉറങ്ങാൻ എന്നെ നീ എത്ര രാത്രി അനുവദിക്കുന്നു? എന്റെ ബഹുമാനികളെ, 10,000 ഐസിയുവിൽ കിടക്കുകയാണ്, 10,000 തിയേറ്റർ കാത്ത് കിടക്കുകയാണ്, 10,000 ഓപ്പറേഷൻ തിയേറ്റർ പുറത്തു വന്ന് കിടക്കുകയാണ്, 10,000 ബഹുമാനികളെ കയ്യും കാലും ചങ്ങലക്കിട്ട് പൂട്ടിക്കൊണ്ട് ഒരുപാട് ഗുളിക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബന്ധുക്കൾ വാരി വായിലേക്ക് ഇട്ടുണ്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് പുറത്തു നിന്ന് ബന്ധുക്കൾ തേങ്ങുകയാണല്ലോ. കാലും കയ്യും കൂച്ചിക്കെട്ടിയിരിക്കുന്ന എന്റെ ഉപ്പ ഇത്രയും ഗുളിക സൈക്കറാറ്റിസ്റ്റിക്ക് കൊടുത്തിട്ടും അല്ലാഹുവേ ഉറങ്ങുന്നില്ലല്ലോ അല്ലാ. പടച്ചവനെ, എന്റെ ഉമ്മ ഉറങ്ങുന്നില്ലല്ലോ അല്ലാ, എന്റെ ഭാര്യ ഉറങ്ങുന്നില്ലല്ലോ, ഭർത്താവ് ഉറങ്ങുന്നില്ലല്ലോ. 10,000 ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നു ഉറങ്ങാതെ. പടച്ചവനെ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലോ എന്നുള്ളതായ അലമുറിയോടെ താങ്ങാൻ കഴിയാത്ത വേദന കൊണ്ട് പച്ചയായ ശരീരം കീറിമുറിച്ചതിന്റെ പേരിൽ അല്ലാഹുവേ, ഞാനൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്ന 10,000 ആശുപത്രി കിടക്കുമ്പോൾ വീട്ടിൽ ചെന്ന് വിരിപ്പ് വിരിച്ച് അതിലേക്ക് തലയങ്ങ് ചായ്ക്കേണ്ട താമസം, സുഖമായ നിദ്രയിലേക്ക് നിന്നെ ആരാണോ എത്തിച്ചത്? ഏ സഹോദരി, സഹോദര, ആ എത്തിച്ച റബ്ബിനെ മുൻനിർത്തി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇന്നു മുതൽ നിങ്ങൾ ഇത് ചെയ്യാൻ നടത്ത തീരുമാനമെടുക്ക്. ഇങ്ങനെ നെയ്യത്താക്ക്. അല്ലാ, നീ എന്നെ ഈ ഭൂമുഖത്ത് എത്ര രാത്രി ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ ആ രാത്രി മുഴുവൻ പൊന്നാര നബി തങ്ങൾ പതിവാക്കിയ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന തബാറക്കല്ലദീ ഞാൻ പതിവാക്കാൻ നെയ്യത്താക്കി റബ്ബേ. ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ മുസ്ലിയാരെ കടയൊക്കെ പൂട്ടി വരുമ്പോഴത്തേക്കും 11 മണിയാവും. എന്നിട്ട് പിന്നെ ഒതു കൊടുത്ത് മുഷാബൊക്കെ എടുത്ത് ഓതിയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല. ചെയ്യേണ്ടവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഈ ഖൗഫുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം എളുപ്പമാണ്. പടച്ചതമ്പുരാനെ അദാബിനെ ഭയപ്പെടുന്നവർക്ക് എല്ലാം എളുപ്പമാണ്. ഖുർആൻ ബഹുമാനികളെ ഒന്നുമില്ലാതെ എടുക്കാവുന്ന എത്രയോ അവസരങ്ങളുണ്ട്. ഒരു പരിഭാഷ നിന്റെ വീട്ടിലുണ്ട്, തലയ്ക്കും ഭാഗത്ത് കൊണ്ടുപോയി അതെടുക്കുന്നതിന് എന്തിനാ ഒന്നു? ഖുർആന്റെ അക്ഷരത്തെ തൊടാതിരുന്നത്.
അല്ലെങ്കിൽ കുറെ ദിക്റുകൾ ഉള്ളതായ ഒരു പുസ്തകമാണ്. അതിനകത്ത് കുറെ ദിക്റുകളുണ്ട്, അതിനകത്ത് തബാറക്കല്ലതിയുണ്ട്. എന്തിനാ അതെടുക്കാൻ ഒന്നു സൂറത്തുൽ മുൽക്ക് മാത്രമായിട്ട് കിട്ടുമോ എന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ ഒരു ഭിത്തിയിൽ ഒട്ടിച്ചു വെക്ക്. എന്തെല്ലാം വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചു വെക്ക്. ഇശാ നമസ്കാരം കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞിട്ട് പോണവര് ചുമ്മാ നിന്നിട്ട് 3 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് ഓതട്ടെ. ഒരാഴ്ച ഓതുമ്പോൾ നിങ്ങളത് മനഃപ്പാഠമായി. ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ഒരു വിഷമവും ഇല്ല. എല്ലാവരും നെയ്യത്താക്കി. ഇനി എത്ര വെള്ളിയാഴ്ച രാവ് നമുക്ക് കിട്ടുമെന്നറിയില്ല, എത്ര രാത്രി നമുക്കൂടെ ഉണ്ടാവുന്നറിയില്ല. പഠിച്ചവനെ ഞാൻ ഈ അമല് നടപ്പിലാക്കാൻ ഈ മജ്‌ലിസിന് നെയ്യത്താക്കിയ മുഴുവൻ അടിയാറുകൾക്കും ഭയാനകമായ ഖബറിലെ അദാബിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പഠിച്ചവനെ, ഇന്ന് ഞാൻ കിടക്കുന്നത് എന്റെ നിർഭയമായ ഭവനത്തിലെ സ്വതന്ത്രമായ എന്റെ മുറിയിലാണ് റബ്ബേ. എസിയിലാണ് ഞാൻ, പട്ടുമെത്തയിലാണ് അല്ലാ. നാളെ എനിക്ക് കിടക്കാനുള്ളത് 6 അടി മണ്ണിന്റെ അടിത്തട്ടിലാണല്ലോ റബ്ബേ. ഇന്ന് കിടക്കുന്നത് ഇവിടെയാണെങ്കിൽ നാളെ ഞാൻ കിടക്കുന്നത് ഖബറിലാണ്. ആ ഖബറിലേക്കുള്ള സുരക്ഷാ വലയം ഞാൻ എടുത്തിട്ടില്ലല്ലോ പഠിച്ചവനെ. അത് തോന്നുവാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഓതിക്കോതെ പറക്കല്ലേ. എല്ലാ ദിവസവും കിടക്കാൻ പറ്റൂല മോനെ. അസ്ബഹ മാലൂകൽ മജ്ബൂറുന ഹബാ വറുത്തീല ബഅദകൽ ഖസ്റുൽ മസീദു സാറബനൂക അയതാമൻ സിഗാറാ വഅനകൽ സകൽ ബഅലുൽ ജദീദു. ഇന്ന് നിന്റെ മാറിൽ നിന്നും മലപ്പാലൊറിച്ച് കുടിക്കുന്ന കുഞ്ഞോമനെ ഉണ്ടല്ലോ, നാളെ ഒരു പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിൽ നിന്ന് നിപ്പിളാ കുഞ്ഞ് ചപ്പാൻ പോകുകയാണ്. നിന്നെ ഖബറിലേക്ക് മാറ്റാൻ പോകുന്നു മോളെ. ഇന്നണയോടൊപ്പം കിടക്കുന്ന സഹോദര, നാളെ നിന്നെ ഇതാ ഖബറിലേക്ക് മാറ്റാൻ പോവുകയാണ്. അടുത്ത ദിവസം നിന്റെ ഇണയുടെ കൂട്ടത്തിൽ മറ്റൊരു ഇണ വന്ന് കിടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഖബറിലേക്കുള്ളത് ഒരുക്കിക്കോ. ഇതൊക്കെ പരമാർത്ഥങ്ങൾ പറയാണ്. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാവ്. ഇന്നത്തെ രാവിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോ നിങ്ങൾക്കും എനിക്കും ഗുണമുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മരിക്കൂലാത്തവരൊന്നും നടപ്പിലാക്കണ്ട. മരിക്കുമെന്ന് ഭയപ്പെടുന്നവരൊക്കെ ഇന്നു മുതൽ ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുടങ്ങാതെ എല്ലാ ദിവസവും തബാറക്കല്ലദി ഓതാനും അങ്ങനെ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ പെടാനും ഈ മജ്‌ലിസിൽ ഒത്തുകൂടിയ നമുക്കെല്ലാം അല്ലാഹു തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ എന്താ പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചത്, കറവയില്ലാത്ത സാധനത്തിന്റെ പേര് മെച്ചിപ്പശു എന്നാണ്. അതിന് അറക്കലാണ്. ഗുണമില്ലാത്ത വർഗാണെന്ന് മനസ്സിലായല്ലോ ബഹുമാനികളെ. ഈമാൻ ഇല്ലാത്തതിന്റെ പേരാണ് മച്ചീൻ. ഈമാനാണ് ബാഹ്യമായി കാണാത്തത്, ബാക്കിയൊക്കെ കാണാനുണ്ട്. തൊപ്പി കാണാം, തലപ്പാവ് കാണാം, നിസ്കാരസ്തംഭ് കാണാം, മക്കന കാണാം, സക്കാത്ത് കാണാം, നോമ്പ് കാണാം, ഹജ്ജ് കാണാം. കാണാൻ പറ്റാത്തത് പരിശുദ്ധമായ ഈമാനാണ്. അത് പുറത്ത് കാണാൻ പറ്റൂല. ഈ ഈമാൻ ബലഹീനമാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞെങ്കിൽ ബലഹീനമായതിന്റെ ചില അടയാളങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ. നബിത്തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ട് പറയുന്നു, ഈ സമുദായത്തിന് ഈ ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ എല്ലാ ശത്രുതയും മറന്ന് ശത്രുക്കളെല്ലാം ഒരു സുപ്രയുടെ ചുറ്റും ഒത്തുകൂടുന്നത് പോലെ ഇതുങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒത്തുകൂടുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാം ഒത്തുകൂടുക. നിങ്ങള് ഇന്ത്യ രാജ്യത്ത് ഏത് രാജ്യത്തിന്റെ നേതാവ് വന്നാലും ഭരണാധികാരി വന്നാലും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ വകുപ്പിൽപ്പെട്ടവര് കരാർ വെക്കുന്നത് എന്താ? തീവ്രവാദം അമർച്ച ചെയ്യുന്നതിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം. എവിടെ അങ്ങനെ തന്നെയാണ്. ആരാണടോ തീവ്രവാദി? കുരിശുമാലയിട്ട ക്രിസ്ത്യാനി തീവ്രവാദിയല്ല. രുദ്രാക്ഷമാലയും ചന്ദനക്കുറിയും തോറ്റ ഹിന്ദു തീവ്രവാദിയല്ല. കുടുമി വെച്ചതായ യഹൂദൻ തീവ്രവാദിയല്ല. കാവി വസ്ത്രമെടുത്തതായ ബുദ്ധൻ തീവ്രവാദിയല്ല. നിസ്കാരത്തൈമും താടിയും തലപ്പാവുമുള്ള മുസ്ലിമേ, നിസ്കാരത്തൈമും പർദായും മക്കനായുമുള്ള മുസ്ലിമത്ത്, നിങ്ങൾ ലോകത്തിന്റെ മുന്നിൽ തീവ്രവാദികളാണ്, തീവ്രവാദികളാണ് അല്ലേ? അപ്പൊ തീവ്രവാദത്തെ അമർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ നശിപ്പിക്കുക. ഇന്നത്തെ വാർത്ത എന്താണ്?
ഇന്നത്തെ വാർത്ത എന്താ? പരിശുദ്ധമാകുന്ന ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്ന ഫലസ്തീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഇസ്രായേലിന്റെ തലസ്ഥാനം മാറ്റാൻ അമേരിക്ക തീരുമാനമെടുത്തു. ടെല്ലവീവ് അല്ല ഇനി ഇസ്രായേലിന്റെ തലസ്ഥാനം, അത് ബൈത്തുൽ മുഖദ്ദസിൽ ഇരിക്കുന്ന ഭാഗമാണ്. എന്തിനാ മാനുകളെ? ട്രംപും ലോകത്തുനിന്ന് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും ഷൂജിയും 4 വ്യക്തിത്വങ്ങളാണ് ലോകത്ത് ഐക്യകണ്ഠേന ഒത്തുകൂടിയിരിക്കുന്നതിന് തീവ്രവാദം അമർച്ച ചെയ്യാൻ. അതവരെല്ലാ നിലയ്ക്കും അവരുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനിക്കില്ല. അക്കാര്യത്തിൽ നിങ്ങളാരും ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതിവർക്കെല്ലാം അങ്ങോട്ട് വായിലേക്കിട്ട് തീർക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല, അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ മഹദി ഇമാം വരുമെന്ന് നബിത്തങ്ങളുടെ പ്രഖ്യാപനമാണെങ്കിൽ ഇവിടെ വന്നിരിക്കും. പാറക്കല്ല് വിളിച്ചു പറയുന്നു, യാ മുസ്ലിം തആൽ വഫീ വറാഇ യഹൂദിയ്യിൻ ഫഖ്തുൽ. നബിത്തങ്ങൾ പറയാണ്, പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഈ ശബ്ദം കേട്ടിട്ട് മുസ്ലിം ഓടി ആ പാറക്കല്ലിന്റെ പുറകിലേക്ക് ചെല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ പുറകിൽ ഈ ഉമ്മത്തിനോട് ഏറ്റവും വൈരാഗ്യമുള്ളവൻ ഇരിക്കുന്നുണ്ട്. ആരാണ് ഏറ്റവും വൈരാഗ്യമുള്ളവൻ? കാന അശദ്ദുന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്. സമുദായത്തിനോട് ഏറ്റവും വൈരാഗ്യമുള്ളവൻ ജൂതനാണ്. ഒന്നുമില്ല മാരികളെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്കാരം ലോകത്ത് നിലനിന്നാൽ വികലമായ ജീർണിച്ച സംസ്കാരങ്ങൾക്ക് നിലനിൽപ്പില്ല. ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ സംസ്കാരത്തിനോട് സാദൃശ്യപ്പെട്ട് നിൽക്കുന്ന സംസ്കാരമാണ് യഹൂദ സംസ്കാരം. അപ്പൊ ഇസ്ലാം ഇവിടെ ഉണ്ടായാൽ യഹൂദന് നിലനിൽപ്പില്ല. അവനെ കശാപ്പ് ചെയ്യാൻ പാറക്കല്ല് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ബഹുമാനികളെ, കൊലപാതകങ്ങൾ തീർന്നു എന്നൊക്കെയാ നമ്മൾ ധരിച്ചത്. സൂചിയുടെ അക്രമത്തോടുകൂടി അവസാനിച്ചു എന്നാ ധരിച്ചത്. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥതയായി എന്നാണ് നമ്മൾ ധരിച്ചത്. അല്ല, നബിയുനാ റസൂലുള്ളാഹി മാലയിലെ വള്ളി പൊട്ടിയാൽ എങ്ങനെയാണോ മുത്തുകൾ ക്രമമായി താഴേക്ക് വീഴുന്നത്, അപ്രകാരം ഈ സമുദായത്തിലേക്ക് മേലേക്ക് മേലേക്ക് മേലെ ഇങ്ങനെ അദാബുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. എല്ലാം ഒത്തുകൂടിയാണ്. എല്ലാ ശത്രുതയും മറന്ന് ജൂതനും നസാറയും ജന്മശത്രുക്കളാണ്. ജൂതൻ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിനെ കൊന്നത് നസാറയാണ്. നസാറ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിനെ കൊന്നത് ജൂതനാണ്. പക്ഷേ മുസ്ലിമിനെ കശാപ്പ് ചെയ്യുന്ന വിഷയത്തിൽ ജൂതനും നസാറയും ഒന്നാണ്. മജൂസി പറയുന്നു 33 കോടി ദൈവങ്ങളാണ്. മുസ്ലിം പറയുന്നു ഒരു ദൈവമാണ്. ഇത്രമാത്രം അന്തരമുള്ള വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിമിനെ കശാപ്പ് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് പറയുന്നവൻ മറ്റേ വിശ്വാസത്തിനോട് യോജിപ്പുള്ളവനല്ല. ക്രിസ്തു വിശ്വാസത്തിനോട് യോജിപ്പില്ല, ജൂത വിശ്വാസത്തിനോട് യോജിപ്പില്ല. പക്ഷേ മുസ്ലിമിനെ കൊല ചെയ്യുന്നതിൽ യോജിപ്പില്ല. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ട്രംപ് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നതനുസരിച്ച് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് നെതന്യാഹു എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യണമെന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം എല്ലാ ശത്രുതയും ഇവിടെ പ്രകടമാകുന്നത് മുസ്ലിം ഉമ്മത്തിനോടാണ്. മാറ്റം വരണം, മുകളിലേക്ക് പറയണം. പടച്ചോനോട് പറയണം. ഞാൻ അപ്പുറത്തെ സ്റ്റേജിൽ പറഞ്ഞതുപോലെ മോഡിനെ കുറ്റം പറഞ്ഞ അവന്റെ പുറകാണെന്നൊട്ടൊന്നൊരു കാര്യമില്ല. യജമാനനോട് കാര്യം പറയണം. പടച്ചതമ്പരാനോട് പറയണം. ബഹുമാനികളെ, കശാപ്പ് ശാല തുറന്നിരിക്കുകയാണ്. ട്രംപ് ഒരു കശാപ്പുകാരനാണ്, നെതന്യാഹു കശാപ്പുകാരനാണ്, സൂചി കശാപ്പുകാരനാണ്. ആ ലിസ്റ്റിലേക്കാണോ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം മുസ്ലിം ഉമ്മത്തിനെയാണ് അവർ ഉന്നം വെക്കുന്നത്. അല്ലേ ബഹുമാനികളെ, ഇതിന് നമ്മൾ ട്രംപിന് പൊരുത്തപ്പെടിപ്പിക്കുന്ന ചെയ്യലല്ല വേണ്ടത്, നെതന്യാഹുവിന് സമ്മാനം കൊടുക്കലല്ല വേണ്ടത്, സൂചിക്ക് മാല ഇട്ട് കൊടുക്കലല്ല വേണ്ടത്, പിന്നെ ഇന്ത്യയുടെ ഭരണാധികാരിയുടെ പുറകെ അവനെ പൊരുത്തപ്പെടിപ്പിക്കലല്ല വേണ്ടത്. തമ്പുരാനോട് നമ്മൾ സങ്കടം പറയണം, പടച്ചോനോട് പറയണം. ഒരു ഇടവഴിയിലൂടെ നടന്നു വരികയാണ് ആര്? ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ഒരു പട്ടി ഇടയ്ക്ക് വിളിച്ചാടി. പട്ടി ഇദ്ദേഹത്തിന് കയറി കടിക്കുകയാണ്. ബിസ്താമി തങ്ങൾ കടിച്ചതായ പട്ടിയുടെ ചുണ്ടയിൽ കയറി കൂടി പിടിച്ചു. പട്ടിക്ക് ശൗര്യം കൂടി, മാന്തലായി. അപ്പൊ വായിൽ നിന്ന് വിട്ടിട്ട് കയ്യെ കയറി പിടിച്ചു. അപ്പൊ കടി കൂടി. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ തളർന്നു. പരിപൂർണമായി രക്തമായി ശരീരമാകെ
അപ്പോഴാ മറ്റൊരാൾ നടന്നു വരികയാണ്. ചോദിക്കുന്നു, എന്താ സഹോദരായി കാണുന്നത്? സുഹൃത്തെ, ഞാനിതിനെ പോകുന്നൊരു വഴിപോക്കനാണ്. എന്നെ ഈ പട്ടി ആക്രമിക്കുകയാണ്. പട്ടിയെ ഞാൻ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഉടനെ ആ വഴിപോക്കൻ പറഞ്ഞു, സഹോദരാ, നിങ്ങളെ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണല്ലോ. അതാ കാണുന്നത് പട്ടിയുടെ വീടാണ്. ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് പട്ടിയുടെ യജമാനനാണ്. ആ യജമാനനെ വിളിച്ച് പട്ടിയെ പിടിക്കാൻ പറ. ഇസ്ലാമി തങ്ങൾ തലമുക്കി നോക്കിയപ്പോ വീടിന്റെ മുറ്റത്തൊരാള്, സഹോദരാ, ഒന്ന് ഓടി വരണേ, ഈ പട്ടിയെ ഒന്ന് പിടിക്കണേ, എന്നെ ഇത് കടിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ്. യജമാനൻ ഓടി വന്നപ്പോൾ തന്റെ വളർത്തുനായ ഒരു വഴിപോക്കനെ കടിച്ച് തമ്പോറാക്കിയിട്ടിരിക്കുകയാണ്. വിളിച്ചു, ടൈഗർ, കേറാ കൂട്ടിലെ. വാലാട്ടിക്കൊണ്ട് ആ പട്ടി കൂട്ടിലേക്ക് പോകുമ്പോൾ ബിസ്താമി തങ്ങളെ രക്തം തുടച്ചുകൊണ്ടിട്ട് ചിന്തിച്ചു, അല്ലാഹുവേ, ഇത് ഞാൻ ആദ്യം ചെയ്യേണ്ടതായിരുന്നല്ലോ. ഇതാണല്ലോ മനുഷ്യരുടെ അവസ്ഥ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ പരീക്ഷണത്തിനെ മറികടക്കാനും അതിജീവിക്കാനും എന്താണ് മാർഗം? ഇതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പരീക്ഷണത്തിന്റെ വടമയാകുന്ന പടച്ചവനോട് സങ്കടം പറയാൻ സമൂഹം തയ്യാറാകുന്നില്ല. ട്രംപിനെ പൊരുത്തപ്പെടിപ്പിക്കാതെ, നെതന്യാഹുവെ പൊരുത്തപ്പെടിപ്പിക്കാതെ, സൂചിനെ പൊരുത്തപ്പെടിപ്പിക്കാതെ, എടോ പടച്ചവന്റെ ഭാഗത്തേക്ക് കൈവെക്കടോ. 3 മാസമായോ സൽമാൻ രാജാവ് ട്രംപ് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ പരിശുദ്ധമാകുന്ന സൗദിയിൽ, ഹറമിൽ കൊണ്ടുവന്ന് സ്വീകരിച്ചിട്ട് 3 മാസമായോ? ഇന്ന് നേരം വെളുത്തപ്പോ സൽമാൻ രാജാവ് പറഞ്ഞു, ട്രംപ് ചെയ്തത് വല്ലാത്ത ധിക്കാരമാണ്. ട്രംപിനെ കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുത്ത് ഏറ്റവും വലിയ പുരസ്കാരമൊക്കെ കൊടുത്ത് ആദരിച്ച് എന്തിനാന്നറിയോ? സൗദീനെയൊക്കെ രക്ഷിക്കും, ഒരു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് നിലയ്ക്കാ ബൈത്തുൽ മുഖദ്ദിസ് എന്റെ എന്ന് പറഞ്ഞാണ് ട്രംപ് രംഗത്ത് വന്നേക്കുന്നത്. ഇതല്ലാടോ സൽമാനെ ചെയ്യേണ്ടത്? ഇതല്ലാടോ മുസ്ലിം രാജ്യങ്ങളെ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരുമിച്ച് മക്കത്തേക്ക് വാടോ, കഅബൻ തവാഫ് ചെയ്യടോ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കടോ, ഒരുമിച്ച് കൈവെക്കടോ. പടച്ചവനോട് പറ, തമ്പുരാനെ, ഈ ഉമ്മത്തിനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി തുറന്നിരിക്കുന്ന കശാപ്പ് ശാലകൾ നീ അടപ്പിക്കണേ അല്ലാ. പേപ്പട്ടിയാവുന്ന ട്രംപിനെ പിടിച്ചു കെട്ട് റബ്ബേ, നരിയാകുന്ന നെതന്യാഹുവിനെ പിടിച്ചു കെട്ട് റബ്ബേ, അല്ലാഹുവേ, കുറുനരിയാകുന്ന സൂചിനെ നീ പിടിച്ചു കെട്ട് റബ്ബേ, ഈ ഉമ്മത്തിനെ നീ രക്ഷിക്ക് റബ്ബേ. അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു തആല നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അതിന് വ്യവസ്ഥയുണ്ട്. വീട്ടുകാരൻ പട്ടി കടിക്കുന്നത് വഴിപോക്കം വിളിച്ചപ്പോ വീട്ടുകാരൻ ഓടി വരികയാണ്. ഓടി വന്നപ്പോ ടൈഗർ മറ. അപ്പൊ ഇയാൾ ഈ കൈ അനക്കണില്ല. ഇവിടെ ഇങ്ങനെ ഇയാൾ എന്തോ താങ്ങി പിടിച്ചോക്കോ. ഈ കൈ അനക്കുണ്ട്, ഈ കൈ അനക്കല്ല. നിങ്ങൾ എവിടെ നിന്ന് വന്നതാ സഹോദര? എന്റെ പട്ടി നിങ്ങളെ കടിച്ച വല്ലാതെ ആക്കിയല്ലോ, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരികയാണ്. ഇതെന്താ നിങ്ങൾ ഈ കക്ഷത്തിൽ വെച്ചിരിക്കുന്നത്? അത് പറയാടോ, അതൊരു തേങ്ങയാ. ആ തേങ്ങ എവിടെന്നാ? ഈ തെങ്ങിന്റെ ചോട്ടിയത് ഞാൻ എടുത്തതാ. ടൈഗർ, നമ്മുടെ തേങ്ങ അവന്റെ കക്ഷത്തിരിക്കുന്നത്. ഇവന്റെ കഴുത്തേ കയറി ചെവി കടിച്ചെടുക്കണം. വിടൂല, മുതലാളി വിടൂല. പടച്ചവനോട് പറയണ്ട, അല്ലാ രക്ഷിതാട്ടെ, അല്ലാ രക്ഷിപ്പിക്കല്ല, രക്ഷിക്കണേ അല്ലാ. പടച്ചതമ്പരാ നോക്കുമ്പോൾ രക്ഷിക്കാൻ പറ്റിയ ശൈലി നിന്റെ ഭാഗത്തില്ല. ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സംബന്ധിച്ച് നമ്മുടെ ആലുവയില് സർക്കിളിന്റെ അടുത്തോ അല്ലെങ്കിൽ DSPയുടെ അടുത്തോ SP-യുടെ അടുത്തോ കൊണ്ടിട്ട് ആൾ പരാതി കൊടുത്തു. അവിടുന്ന് SP ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇവൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുവാൻ, അന്തരമാനാജിയെ, ഓ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവൻ ആളൊരിച്ചിരി കുസൃതിയൊക്കെയാണ്, കൊമ്പമീശയുള്ള ആളാണ്, തോർത്ത് വട്ടം കെട്ടണ ആളാണ്. പക്ഷെ ആ തോർത്തൊക്കെ കഴിച്ച് തോളത്തിട്ട് മീശയൊക്കെ ഒന്ന് താഴത്തേക്ക് തിരുമ്മി, പിന്നെ തുണിയൊക്കെ ഒന്ന് മടക്കി കുത്തഴിച്ച് വലിയ ആദരവാടെ ഹാജിയാരുടെ അടുത്തൊന്ന് പറയാണ്, ഹാജിയാരെ, ഞാൻ ചെറിയ കുസൃതിയൊക്കെ ചെയ്യുമെങ്കിലും ഈ പറയപ്പെട്ട കേസിനകത്ത് ഞാൻ പ്രതി അല്ല ഹാജിയാരെ. എന്നെ പോലീസ് കൊണ്ടുപോയാൽ ഇഞ്ച പോലെ ഇടിക്കും, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം തരണം ഹാജിയാരെ. നീങ്ങുവാ, ഈ കട്ടിന്റെ ഇടയിലേക്ക് നീ അവിടുന്ന് ഞാൻ പറയുമ്പോൾ എഴുന്നേറ്റ് നബീസ അവനക്ക് ഇത്തിരി വെള്ളം കൊടുത്തു. ഫോൺ ചെയ്യും, ഹലോ
സർക്കിളല്ലേ? ആ അതെ. ആ ഞാൻ അന്തറമാനാ. ആ എന്താ സാഹിബ്, നിങ്ങൾ ഇവിടുന്ന് ഒരാളെ മൂസക്കുട്ടീനെ പിടിക്കാൻ വേണ്ടി വരണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അതെ അതെ, അയാളെ സംബന്ധിച്ച് ഇവിടെ വ്യക്തമായ പരാതി കിട്ടിയതിന് അവനെ വിട്ടാൻ പറ്റൂല. ആ SP-യുടെ പ്രത്യേകമായ ഓർഡറാണ്, പിടിക്കാണ്ട് പറ്റില്ല. അതെ, അവനെ പിടിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. സാഹിബ് ഏറ്റാ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ SP സാറിനോട് പറഞ്ഞോളാം. ഇവിടെ സംരക്ഷണം കൊടുത്തു. കാരണം എന്താ, അന്തറഹ്മാൻ ഹാജിയോട് വന്ന് പറയേണ്ട മാതിരിക്കാണ് ഇവൻ പറഞ്ഞത്. ഇവൻ ആ തോർത്തൊക്കെ ഒന്ന് ബട്ടം കെട്ടി, മീശയൊക്കെ ഒന്ന് അങ്ങോട്ട് പിരിച്ച്, ആ തുണിയൊക്കെ അങ്ങോട്ട് അണ്ടറിന്റെ വള്ളി കാണാവുന്ന ഇടയ്ക്ക് കയറ്റി അങ്ങോട്ട് കുത്തി, ആ കടാരയുടെ പിടി കാണാവുന്ന ഇടയ്ക്ക് ആ എക്കിളിയിലേക്ക് അതും കുത്തി. എടാ അന്തറഹ്മാനെ, എന്റെ വാപ്പട പ്രായണ്ടോ കയറി എന്നെ അവിടുന്ന് SP ആളെ വിട്ടോക്കോ, പോലീസിനെ എന്നെ പിടിക്കണമെന്ന് പറഞ്ഞു. നീ എനിക്ക് സംരക്ഷണം തന്നെ. എടി നവീസ, ആ ബടിവാളികൾ സംരക്ഷണം കൊടുക്കോ? ഇടപെട്ട ശൈലി കണ്ടോ? അള്ളാഹിനോട് ചോദിക്കുന്നതിന്റെ ശൈലി നമുക്ക് ശരിയല്ല. പടച്ചോനോട് ചോദിക്കേണ്ടവനെ ചോദിക്കാവൂ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ ബഹുമാനുകളെ. ഇന്നലെ ആണ്ട് കടന്നില്ലേ, ബാബരി മസ്ജിദിന്റെ ആണ്ട് നടന്നില്ലേടോ? കോടിക്കണക്കിന് മനുഷ്യനാ റബ്ബിനോട് തേടിയത്, പടച്ചവനെ ബാബരി മസ്ജിദ് നീ നിലനിർത്തണേ അല്ലാ. ധിക്കാരികളും തീവ്രവാദികളുമാകുന്ന ഹിന്ദു മത തീവ്രവാദികളുടെ കരങ്ങളെ കൊണ്ട് അതിനെ നീ തകർക്കല്ലേ അല്ലാ. ഉമ്മത്തിന്റെ ഇജ്ജത്തിനെ നീ കാക്കണേ അല്ലാ. എന്താ സംഭവിച്ചേ? കോടിക്കണക്കിന് മനുഷ്യൻ ദുആ ചെയ്തിട്ട് ആ പള്ളി അവിടെ നാമാവശേഷമാക്കി കളഞ്ഞു. അതേ സ്ഥാനത്ത് 2000 കൊല്ലം മുമ്പ് മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് നിന്ന് റസൂലുള്ളാഹിന്റെ വെല്ലുപ്പിയാകുന്ന അബ്ദുൽ മുത്തലിബ് കൈവക്കിക്കൊണ്ട് പറയുന്നു, റബ്ബേ അബ്രഹത്തിന്റെ ആനപ്പട കർസേവ നടത്താൻ വരുന്നുണ്ട് പടച്ചവനെ, കഅബ തകർക്കാനാ വരുന്നത് റബ്ബേ. അബ്ദുൽ മുത്തലിബിന് പട്ടാളമില്ല റബ്ബേ, പ്രതിരോധിക്കാൻ കഴിവില്ല റബ്ബേ, നിന്റെ ഭവനത്തിനെ നീ കാക്കണേ റബ്ബേ. ഒറ്റയാള് ദുആ ചെയ്തു. എന്താ സംഭവിച്ചത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. നബിയേ, ആനപ്പട്ടാളത്തിന് അല്ലാഹ് കൈകാര്യം ചെയ്തത് കണ്ട? അവരുടെ കുതന്ത്രത്തിനെ അല്ലാഹ് പഠിപ്പിച്ചത് മനസ്സിലായോ? അവരുടെ മുകളിലേക്ക് അല്ലാഹു തആല കാടപ്പക്ഷികളെ പറഞ്ഞയച്ചില്ലേ? അതിന്റെ ചുണ്ടുകളിൽ അല്ലാഹു തആല കല്ല് നിക്ഷേപിച്ചിരുന്നില്ലേ? ആ ചുണ്ടകത്തിയപ്പോൾ കല്ലുകൾ കത്തിക്കാളുന്ന തീജ്വാലകളായി ആനപ്പുറത്തേക്ക് വീണില്ലേ? അങ്ങനെ ആനയും പട്ടാളവും ഒട്ടകം ചവച്ചരച്ച വൈക്കോല് പോലെ ആയില്ലേ? ഒറ്റയാള് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ പടയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. കോടിക്കണക്കിന് ജനം അല്ലാഹുവോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ ഈമാൻ 992 ഡിസംബർ 6-ാം തീയതി ലോകത്തുള്ള മുസ്ലിമിന്റെ ഈമാനിനോട് തുലനം ചെയ്യുമ്പോൾ ലോകത്തുള്ള മുസ്ലിമിന്റെ ഈമാൻ ബലഹീനമാണ്. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, എല്ലാ അനൈക്യങ്ങളും മറന്ന് ശത്രുത മറന്ന് ഈ സമുദായത്തിനെ ഉന്മൂലനം ചെയ്യാൻ ഒരു സുപ്രയുടെ ചുറ്റും വിശന്നവർ കൂടുന്നത് പോലെ ഈ സമുദായത്തിന്റെ ഇടയിൽ ശത്രുക്കൾ ഒറ്റക്കെട്ടാകുന്ന കാലം വരുന്നതാണ്. ഒറ്റക്കെട്ടായോ? ഒറ്റക്കെട്ടായോ? ചുറ്റും ഇരിക്കുന്നവർ പല അഭിപ്രായക്കാരാണെങ്കിലും പരമാവധി ചോറ് എനിക്ക് ഇടണം, പരമാവധി പത്തിരി എനിക്ക് ഇടണം, പരമാവധി റൊട്ടി എനിക്ക് എടുക്കണം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, പരമാവധി തിന്നണം, പരമാവധി തിന്നണം. നസാറയുടെ ഉദ്ദേശം, മജൂസിയുടെ ഉദ്ദേശം, യഹൂദന്റെ ഉദ്ദേശം, ബുദ്ധന്റെ ഉദ്ദേശം പരമാവധി മുസ്ലിമിനെ കൊല്ലണം, പരമാവധി മുസ്ലിമിനെ കൊല്ലണം. ഈ ഭക്ഷണത്തിന്റെ അവസ്ഥയിലേക്ക് ഉമ്മത്തെത്തുമെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഇവരെല്ലാരും കൂടെ ഇങ്ങനെ ചുറ്റിക്കുട്ടി വായിലേക്കിടാൻ മാത്രം ഇത് എണ്ണത്തിൽ കുറവാണോ? ഇന്നക്കും കസീർ, ഒരു കുറവുമില്ല. സാമ്പത്തികമായി മുന്നിലാണ്, അധികാരത്തിന് മുമ്പിലാണ്, ആയുധത്തിന് മുമ്പിലാണ്, സമ്പത്തിന് മുമ്പിലാണ്, അംഗബലത്തിന് മുമ്പിലാണ്. നിങ്ങൾ പറ, മുസ്ലിം എവിടെയാ മോശമുള്ള? ഈ ആകാശത്തിന്റെ താഴെ ഏറ്റവും കൂടുതൽ രാജ്യം ഭരിക്കുന്നത് ആരാ?
ഏറ്റവും കൂടുതൽ ആയുധം കൈവശമുള്ളത് ആർക്കാ? ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ആർക്കാ? മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിമിന്റെ കാശില്ലെങ്കിൽ ലോകം അനങ്ങൂല. ബഹുമാനികളെ, എണ്ണ മാത്രമല്ല, വലിയ മലകൾ കിടക്കാണ്, സ്വർണത്തിന്റെ മലകൾ ഈ സമുദായത്തിൻ്റെതാണ്. അംഗബലത്തിൽ കുറവല്ല, എല്ലാ നിലയ്ക്കും ഈ സമുദായം ഔന്നത്യത്തിലാണ്. എന്താ കുഴപ്പം? നബിത്തങ്ങൾ പറയുന്നു, ഈമാനിന്റെ വിഷയത്തിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ടികളാണ്. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ സർവ്വസാധാരണമായിട്ട് കാണാറില്ലെങ്കിലും വെള്ളപ്പൊക്കത്തില് വെള്ളം കയറി വരുമ്പോൾ അതിനോടൊപ്പം കയറി വരുന്ന അഴുക്കിന്റെ പേരാണ് ചണ്ടി. നബിയുടെ ഭാഷ അങ്ങനെയാണ്. വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഈ ചണ്ടികൾ അവിടെ കിടക്കും. ഇതെന്ത് ചെയ്യും? ആളുകള് തൂത്തുകൂട്ടി ഒന്നുകിൽ മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിടും, അല്ലെങ്കിൽ പുറത്തേക്ക് കളയും. ഈ അവസ്ഥയാണ് സമുദായത്തിൽ വരാൻ പോകുന്നത്. ഈമാനും ഇഖ്ലാസും തഖ്വയും നഷ്ടപ്പെട്ടു പോയി. മുസ്ലിമാകലേ പരിഹാരമുള്ളൂ കേട്ടോ. നീ ആയാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ചണ്ടി എന്തിനാ? ചണ്ടി ആരും കൊണ്ടൊന്ന് ഷോക്കേസിൽ വെക്കൂല, ഷെയ്ഫിനകത്തും വെക്കൂല, അല്ലെങ്കിൽ തൂത്തുകളി. അതാണിന്ന് ലോകത്ത് നടക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, മയ്യർതദ്ദമിൻകും മൻ ദീനിഹി. യാ അയ്യുഹന്നാസ് അല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാണ് പടച്ചോമ്പരം പറയുന്നത്. അയ്യുഹന്നാസ് പറഞ്ഞിട്ടല്ല. ഏ സത്യവിശ്വാസികളെ, മയ്യർതദ്ദമിൻകും മൻ ദീനിഹി, നിങ്ങൾ ഈ മതത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട്, അല്ല അങ്ങനെ പറഞ്ഞല്ലേ നിങ്ങളോട് ജീവിക്കുന്നത്? ഇങ്ങനെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഈ മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ ഞാൻ അങ്ങോട്ട് നീക്കിക്കളയും. ചപ്പ് ചവറുകൾ നീക്കിക്കളയുന്നത് പോലെ നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയും. ഇന്ന് മ്യാൻമറിൽ നടക്കുന്നത് അതാണ്, ഫലസ്തീനിൽ നടക്കുന്നത് അതാണ്, അഫ്ഗാനിൽ നടക്കുന്നത് അതാണ്, യമനിൽ നടക്കുന്നത് അതാണ്, ഒരു പരിധിവരെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതും അതാണോ? തുടച്ചു നീക്കണം. അതല്ലേ കണ്ടോണ്ടിരിക്കുന്നത്? എന്നിട്ട് നീക്കിട്ടോ, നിങ്ങളെ നീക്കിയിട്ട് പകരം ആളുകളെ ഞാനിവിടെ കൊണ്ടുവരും. നോക്ക്, ഇവിടെ ഈമാനിനകത്ത് ആളില്ലാഞ്ഞിട്ടല്ല ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോ ഹാദിയ എന്നുള്ള പേരും പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഈ നിലയ്ക്ക് കൊണ്ടുവന്നിട്ട്, ഇതൊക്കെ പടച്ചോന്റെ പണിയാണ്. ആരും ഇതിന്റെ പുറകൊന്നും പോണില്ല, അല്ലാഹുവിന്റെ പണിയാണ്. ബഹുമാനികളെ, ഹാദിയ മാത്രമല്ല, ഹാദിയാക്ക് ബുദ്ധിയില്ല പോട്ടെ, മാധവിക്കുട്ടിക്ക് ബുദ്ധി ഉണ്ടായില്ലേ? ഓമനയ്ക്ക് ബുദ്ധി ഉണ്ടായില്ലേ? ഇവാൻ റിഡിലിക്ക് ബുദ്ധി ഉണ്ടായില്ലേ? ഇതൊക്കെ പെണ്ണുങ്ങളാണ്, ഇവരൊക്കെ പെണ്ണുങ്ങളാണ്. മാധവിക്കുട്ടി കമല സുരയ്യ എന്ന പേര് സ്വീകരിച്ചപ്പോൾ അവരുടെ കുടുംബക്കാര് വിവരവും വിവേകവും ഉള്ളതുകൊണ്ട് അമ്മയുടെ ആഗ്രഹത്തിനെ പരിപൂർണമായി അംഗീകരിച്ചു. എം ഡി ദാനപ്പാട് എഴുതി വെച്ച് നിങ്ങൾ കണ്ടായിരുന്നോ? ആ മനുഷ്യൻ മകനാ, ഈ തള്ളയുടെ മകനാ. അദ്ദേഹം എഴുതി എന്താണെന്നറിയോ? ഞങ്ങളുടെ മാതാവ് ഏങ്ങലടിച്ച് പൊട്ടിക്കരയുന്നത് കണ്ടത് ഇസ്ലാമിലേക്ക് കടന്നതിന്റെ ശേഷമാണ്. ചിന്തിച്ചു നോക്കിയേ, എന്താണെന്നറിയോ? എന്റെ സമുദായത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ അമ്മയുടെ ആദ്യത്തെ സമുദായത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ആളുകൾ മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് പോയത് അവരുടെ സ്വകാര്യ സന്തോഷത്തിന് വേണ്ടി. ആ വാക്ക് നോക്കി, അവരുടെ സ്വകാര്യ സുഖത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയിട്ടുമാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് ഹിന്ദുമതത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മാതാവ് വിങ്ങി പൊട്ടിയതുപോലെ ജീവിതത്തിൽ അവർ കരഞ്ഞിട്ടില്ല. കുടുംബം പരിപൂർണമായും സഹകരിച്ചു. പാളയംപള്ളിയിലെ ഖബർസ്ഥാനിൽ കൊണ്ട് നടക്കുമ്പോ മക്കളെല്ലാം സാന്നിധ്യമായിരുന്നു. അശോകന്റെ അതി വിവരക്കേട് അവർക്കില്ല. ആദ്യയുടെ അച്ഛനക്ക് വിവരമില്ല, വെളിവില്ല. അതങ്ങനെയൊന്നും അല്ല മാനികളെ, ധാരാളമുണ്ട്. കാരണം ഒരെണ്ണം പോയാൽ വലിയ നഷ്ടം അവർക്ക്. ഇവിടെ എന്തോട്ട് നഷ്ടം? ഇവിടെ അടുത്ത് തന്നെ ഉണ്ടില്ല, ആകെപ്പാടെ ഒരു മോളായിരുന്നു വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാക്കുന്നത്.
അതിനെ കൊണ്ടുവന്ന് ഡോക്ടർ ആകാൻ വിട്ടു. MBBS ഒക്കെ പാസ്സായി ഇപ്പൊ ഒരു 35 വയസ്സുള്ള ഒരു മുശ്രിക്കിന്റെ കൂട്ടത്തിൽ പോയി. നിങ്ങളുടെ സ്വന്തമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആ കൊച്ചിനെ പിടിക്കാൻ ഇവിടെ ഏത് ഇസ്ലാമാ പോയത്? ഏത് സംഘടന പോയത്? നിങ്ങൾ പറ, ഒരാളും പോണില്ല. ലോക ചരിത്രത്തിലില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തൊരാള് പോയാൽ അത് പോകൽ അപൂർവമാണ്. അങ്ങനെ പോയാൽ ഇങ്ങോട്ട് വരുന്നവർക്കോ ദുരിതത്തിന്റെ പാണ്ടക്കെട്ടുകളാണ്. ഹാദിയാക്ക് സ്വസ്ഥതയില്ല. ഹാദിയ എന്നല്ല, ആരെല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ടോ അവർക്കൊന്നും ഒരു സന്തോഷവും സുഖവും അല്ല കിട്ടിയിരിക്കുന്നത്. അതാ മാധവിക്കുട്ടിയുടെ ചരിത്രം. ഇവാൻ റിഡിലിയുടെ ചരിത്രവും അത് തന്നെയാണ്. ഒരു വലിയ പാശ്ചാത്യ പത്രപ്രവർത്തകല്ലായിരുന്ന പെൺകുട്ടി ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ തുറന്നിട്ട് ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അമേരിക്കയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പർദായും മക്കരായും വിട്ട് അമേരിക്കയിൽ ചെന്നപ്പോൾ അവരെന്നെ ആട്ടി അകറ്റി നിർത്തി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതാ. ഹാദിയായും മാധവിക്കുട്ടിയും ആമിനയും ഓമനയും ഒക്കെ പരിശുദ്ധമായ ഈ സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് മാറ്റും, വേറെ ആൾക്കാരെ കൊണ്ടുവരും. കറക്റ്റ് ആണോ നോക്കൂ. ഇന്നും പള്ളിക്കൽ ജുമാഅത്ത് പള്ളിയുടെ മുമ്പില് ഒരു വനിതാ അറബി കോളേജ് നടത്തുന്നുണ്ട്, ഓമന. എനിക്ക് ആ സ്ത്രീയുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പള്ളിക്കൽ വയലിൽ ചെല്ലുമ്പോഴേ, കൊല്ലം ജില്ലയുടെ അറ്റം പള്ളിക്കൽ വയലിൽ ചെല്ലുമ്പോൾ ഞാൻ സ്കൂൾ മാഷിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോ മാഷ് സാറ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. പഠിച്ചോനെ ഞാൻ പെട്ടെന്ന് ഭയന്നു പോയി. കാരണം ഈ പെണ്ണുങ്ങൾ അന്വേഷിച്ചു എന്നെ എന്താണെന്ന് അറിയില്ലോ. അങ്ങനെ എന്താണാവോ ഉസ്താദിനോട് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയാ? ഇവിടെ ഉണ്ട്. ഉസ്താദ് ഒന്നും കൊണ്ട് പുറത്തേക്ക് വന്നാല് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ഇവിടെ 2 തുള മാത്രമേ ഉള്ളൂ, ബാക്കി ഫുൾ മറച്ചേക്കും. ആ സ്ത്രീ പറയാണ്, ഉസ്താദേ ഞാൻ ഒരു തീവ്ര ചിന്താഗതിയുള്ള ഹിന്ദു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. ഓമന എന്നായിരുന്നു എന്റെ പേര്. അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ ഞാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ധാരാളം ഭൂമിയുണ്ട്. ഭൂമിയിൽ കപ്പ കൃഷി നടത്തുന്നത് മേത്തന്മാരാണ്. മേത്തന്മാര് കപ്പ തൂക്കം നോക്കാൻ അച്ഛൻ എന്നെ വിടും. അപ്പൊ എന്നോട് പറയും, മേത്തന്മാരുടെ വെള്ളം വാങ്ങി കുടിക്കരുത്, നീ ഇവിടെ തേൻ കൊണ്ടുപോയിക്കോ, എന്നിട്ട് തേനിൽ വെള്ളം ഒഴിച്ചു കുടിച്ചാ മതി. അത്രമാത്രം മേത്തന്മാരോട് അറപ്പും വെറുപ്പുമായിരുന്നു എന്റെ കുടുംബക്കാർക്ക്. ഒരു ദിവസം രാത്രിയിൽ എനിക്കൊരു ശബ്ദം കേൾക്കാനിടയായി, ആമിന എഴുന്നേൽക്കൂ, അംഗസ്നാനം ചെയ്യൂ, നമസ്കരിക്കൂ. ഇത് അല്ലാഹ് കൊടുക്കണേ. ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നിട്ട് അവള് ചെയ്ത പണി എന്താണെന്നറിയോ? കുടുംബസമേത അവരുടെ മക്കളും പോന്നു, അവരുടെ ഭർത്താവും പോന്നു. അവളാണ് ആദ്യമായിട്ട് പോന്ന സ്ത്രീ. പറയുന്നു, അവള് വന്നിട്ട് ചെയ്തതെന്താ? മക്കനെ ഇട്ടിട്ട് തെണ്ടാ നടക്കുകയല്ല ചെയ്തത്. സുന്നത്ത് ജമാഅത്തിന്റെ സംസ്കാരവും തർബീയത്തും പഠിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് സൗകര്യം കുറവാണ്. അതുകൊണ്ട് എനിക്കൊരു സ്ഥാപനം തുടങ്ങണം. ഒരു മുസ്ലിമായി വന്ന ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ വികാരം ഖുർആൻ എടുത്തു പറയാൻ, നിങ്ങളെ അങ്ങ് മാറ്റിയിട്ട് വേറെ ആൾക്കാരെ ഞാൻ കൊണ്ടുവരും. അവർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൽ അലൽ മുഅ്മിനീന ഇസ്സത്തുൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിമിൻ. ഇവിടെ പോയിന്റ്. അല്ലാഹുവിന്റെ ദീനിന്റെ പരിശ്രമം അവർ ചെയ്യും. പരിശ്രമം അവർ ചെയ്യുമ്പോൾ വലാ യഖാഫൂന ലൗമത ലായിമിൻ. ഹൈക്കോടതി ആക്ഷേപിച്ചാലും, പോലീസ് ആക്ഷേപിച്ചാലും, വനിതാ കമ്മീഷൻ ആക്ഷേപിച്ചാലും, അച്ഛനും അമ്മയും ആക്ഷേപിച്ചാലും, അധ്യാപകർ ആക്ഷേപിച്ചാലും, സഹപാഠികൾ ആക്ഷേപിച്ചാലും അവിടെ ഒന്നും അവർ കൂശി കൊടുക്കൂല. ആദ്യാളെ പറയുക, ആരാ വഴുതു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല കൊടുക്കുകയാണ്, ശക്തി കൊടുക്കുകയാണ്. ആരാക്ഷേപിച്ചാലും അവർ കൂശൂല, അവർ വഴങ്ങി കൊടുക്കൂല. അവരുടെ പണി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമമാണ്. അവരെ അള്ളാഹ് ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടു.
പള്ളിക്കലുള്ള ആമിന എന്ന് പറയുന്ന ഓമന എന്ന കടക്കൽ സ്വദേശിയായ പെണ്ണ് ഇന്ന് ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഓരോ മഹല്ലുകാരും ചെന്ന് അവരെ ബുക്ക് ചെയ്യാണ്. എന്ത് പറഞ്ഞോണ്ട്? ആമിനാത്ത വിളിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് തർബിയത്ത് കൊടുക്കാൻ വേണ്ടി 2 ദിവസം വരണം. ബാബാ മൗലവി ഇവിടെ ഒന്ന് വഴുതു പറഞ്ഞാല് അങ്ങോട്ടിറങ്ങി ചെന്നിട്ട് ഒന്നും ഉടിപ്പിക്കൂല, മയ്യത്ത് കുളിപ്പിക്കൂല, അശുദ്ധി എങ്ങനെ ശുദ്ധിയാക്കണം എന്നുള്ളത് നേരിട്ട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂല. ആമിനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. ഇങ്ങോട്ട് നീ ഇങ്ങനെ ഒന്നു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, മയ്യത്ത് ഇങ്ങനെ പരിപാലിക്കേണ്ടത്, അശുദ്ധിയുടെ കേസുകൾ ഇങ്ങനെയാണ്. ഇന്ന് കേരളത്തിലെ ധാരാളം മഹല്ലുകളിൽ ഇതുപോലെ ക്ലാസ് എടുത്തു കൊടുക്കാൻ, പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് തർബിയത്ത് കൊടുക്കാൻ മഹല്ലുകൾ തോറും ആ സ്ത്രീ ഇന്ന് കയറി ഇറങ്ങുവാണെങ്കിൽ കുന്നത്തേരിയിലുള്ള തറവാട്ടുകാരികളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ നാട്ടിലെ തറവാട്ടുകാരിയായ എത്ര പെൺകുട്ടിയുണ്ട് ഇതുപോലെ ദീനി പ്രവർത്തനം നടത്തുന്ന ഈ മേഖലയിൽ? നിങ്ങളെ അങ്ങ് മാറ്റും, എന്നിട്ട് അവരെ കൊണ്ടുവരും. ഹാദിയുടെ വരവും മറിച്ചാവാൻ സാധ്യതയില്ല. കമലാശ്വരിയെ കണ്ടോ? അസൽ ഹിന്ദു കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് വന്നത് എന്തായിരുന്നു അവരുടെ വേഷം? മരിക്കുന്നത് വരെ തറവാട്ടേരി താത്ത തലേ തുണിയിട്ട മാതിരിയാണോ ആമിനായും പിന്നെ കമലാശ്വരിയെയും ഹാദിയായും ഒക്കെ ഡ്രസ് ധരിക്കുന്നത്? അതെയാ, തറവാട്ടുകാരി തലേ തുണിയിടുന്നു. എന്റെ വാപ്പാടെ വാപ്പ മുതൽ മുസ്ലിമാണ്, എന്റെ ഉമ്മാടെ ഉമ്മ മുതൽ മുസ്ലിമാണ്, ഞങ്ങളുടെ ഇസ്ലാമിന്റെ തറവാട്ടുകാരാണ്. അവരൊക്കെ തലയിൽ മക്കനെ ഇടുന്നത്, തലേ തുണി ഇടുന്നത് ഇവരിടുന്ന കാര്യമല്ല. കമലാശ്വരി ഇടുന്ന ഞങ്ങളോട് പറഞ്ഞു തരണ്ട, ആമിന ഇടേണ്ടതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞു. നമ്മുടെ തറവാട്ടുകാരിയൊക്കെ ഇടുന്ന എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ഉറങ്ങാത്തിരിഞ്ഞിടൂ, ഉറങ്ങനോട് നോക്കാൻ പറഞ്ഞ നടക്കുന്ന കാര്യം. തറവാട്ടുകാരി തലേ തുണി ഇടുന്നു. എന്റെ പൂപ്പാടെ പൂപ്പ പോലെ അവള് മുസ്ലിമാണ്, മൂമാടെ മൂമ വരുന്നവർക്ക് മുസ്ലിമാണ്. കമലാശ്വരി ഇടുന്ന മാതിരി ഇട്ടാ ഇവിടെ കെട്ടി തൂക്കിയത് കാണുമോ? ഇവിടുന്ന് ഇങ്ങോട്ട് തൂക്കിയേക്കണത് കാണുമോ? ഇവിടെ തൂക്കിയേക്കണത് കാണുമോ? അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെ ഇട്ടാലേ പറ്റുള്ളൂ. സ്വർണത്തിന്റെ അറിഞ്ഞാൻ ഇടാനുള്ള ഭാഗ്യം അല്ലാഹു തആല, അതിനുള്ള ശേഷി അല്ലാഹു താത്താക്ക് കൊടുക്കാതെ കാക്കണം. ഇത്തിരി പാടുണ്ട്. എന്റെ സഹോദരിമാരെ, നിങ്ങളെ അങ്ങോട്ട് നീക്കും. യഥാർത്ഥത്തിൽ നിന്ന് ലോകത്ത് നടക്കുന്ന എന്താ? നീക്കലാണ്. ഈ നീക്കല് കൊണ്ടിട്ട് അറുതി വന്നില്ലെങ്കിൽ അപ്പൊ കശാപ്പ് നടക്കുന്നു, നീക്കല് നടക്കുന്നു. കശാപ്പ് നടക്കുകയാണ്, നീക്കല് നടക്കുകയാണ്. ഇതുകൊണ്ടിട്ടൊന്നും അവസാനം വന്നില്ലെങ്കിൽ 1400 കൊല്ലം മുമ്പുള്ള പ്രഖ്യാപനം, ജീവനോടെ ഇതിനെ മണ്ണിന്റെ അടിയിലേക്ക് പിടിച്ച് താഴ്ത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജീവനോടെ താഴ്ത്തുകയാണ്. നടക്കണുണ്ടോ ഈ സംഭവം ലോകത്ത്? നമ്മളതിന് പറയുന്ന പേര് വേറെയാണ്. ജീവനോടെ മനുഷ്യൻ സംസാരിച്ച് നിൽക്കാതെ, എഴുതിക്കൊണ്ട് നിൽക്കാതെ, പ്രവർത്തിച്ചോണ്ട് നിൽക്കാതെ, ഉറങ്ങിക്കൊണ്ട് കിടക്കാതെ ജീവനോടെ അടിയിലേക്ക്. ഹാറൂനെ നമ്മൾ കേട്ടിട്ടുണ്ട്, അടിയിലേക്ക് താത്തി. ഇവിടെ ജീവനോടെ പോവുകയാണ് മനുഷ്യർ ഒന്നടങ്കം. നമ്മൾ അതിനിട്ടിരിക്കുന്ന പേര് വേറെയാണ്. എന്താ പേര് ജനങ്ങളെ? ഇന്തോനേഷ്യയിൽ സുനാമി ഉണ്ടായി, പാകിസ്ഥാനിൽ ഭൂമികുലുക്കമുണ്ടായി, ബംഗ്ലാദേശിൽ കൊടുങ്കാറ്റുണ്ടായി. നമ്മുടെയൊക്കെ പേരങ്ങനെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മനുഷ്യൻ ജീവനോടെ മണ്ണിന്റെ അടിയിലേക്ക് പോവുകയാണ്. ജീവനോടെ മണ്ണിന്റെ അടിയിലേക്ക് നിങ്ങളെ താഴ്ത്തിക്കളയുന്നതാണ്. നിങ്ങളടുത്ത് പരിശോധിച്ച് നോക്കിയോ, പ്രകൃതി ദുരന്തങ്ങൾ 99% സംഭവിക്കുന്നത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലാണ്, മുസ്ലിം രാജ്യങ്ങളിലാണ്. കാരണം എന്താണ്? നിങ്ങളാണ് അള്ളാഹുവിന്റെ അടിമകൾ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഖലീഫമാർ. ഈ ലോകത്തെ ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ട, ട്രാഫിക്കിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തിത്വങ്ങൾ നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് ഖുർആൻ, നിങ്ങളുടെ കയ്യിലാണ് പ്രവാചകൻ, നിങ്ങളുടെ കയ്യിലാണ് ഹദീസ്. അപ്പൊ ഇതിന് മാറായിട്ട് നിങ്ങൾ നീങ്ങിയപ്പോൾ നിങ്ങളെ ജീവനോടെ താഴ്ത്തുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, നബിയേ, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് ഈ ഉമ്മത്ത് സാക്ഷിയാകുമ്പോൾ ഈമാൻ ബലഹീനമായ ഉമ്മത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് റസൂലുള്ളാഹ്? ഈമാൻ ഇല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈമാൻ ഇല്ലാതെയായി, ചപ്പായി. അപ്പോൾ പ്രകടമാകുന്ന ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാ? എണ്ണി പറയുന്നു, ഇദാ ശരിബുൽ ഖുമൂർ
ولبسوا الحرير واتخذوا القينات تكافى الرجال بالرجال والنساء بالنساء. നബിയുനാ റസൂലുള്ളാഹി വ്യാപകമായി ലഹരിക്ക് അടിമപ്പെടുന്ന സ്വഭാവം കണ്ടാൽ പൊന്നാര നബിയുടെ തിരുനാവിൽ നിന്ന് വരികയാണ്, നിങ്ങളെ ജീവനോടെ മണ്ണിന്റെ ഇടയിലേക്ക് താഴ്ത്തുന്നതിനെ പ്രതീക്ഷിക്കാം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലഹരി ബാധിതരെ വ്യാപകമായി കണ്ടാൽ 50 കൊല്ലം മുമ്പ് കുന്നത്തേരിയിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ആരെങ്കിലും കള്ളു കുടിക്കണവരുണ്ടോ? ഇവിടെ അങ്ങനെ ഉള്ളതായിട്ട് ആരും അറിയില്ല. മറുപടിയാണ് നമ്മുടെ സുലൈമാങ്ങാക്കടെ ഇളയറക്കൻ കള്ളിഷാപ്പിന്റെ പുറകെക്കൂടെയൊക്കെ ഇങ്ങനെ കയറുണ്ടെന്നൊക്കെ ഇവിടെ ആൾക്കാരുടെ ഒരു രഹസ്യവർത്താനുണ്ട്, പുറത്തില്ല. നിങ്ങൾ ആരോടും പറയുകയോ വേണ്ട. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ വരിക, ഇപ്പോഴല്ല കേട്ടോ, 50 കൊല്ലം മുമ്പുള്ള വർത്താനം ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ വരികയാണ്, ഇവിടെ ആരാ കള്ളു കുടിക്കണവരുള്ളത്? ഇവിടെ നമ്മുടെ ഖത്തീബ് മുസ്ലിയാര് കുടിക്കൂല, ഒറ്റ വാക്കി പറയണില്ല. ഖത്തീബ് കുടിക്കൂല എന്ന് പറയണില്ല. ഖത്തീബ് മുസ്ലിയാര് ഇപ്പഴല്ലാട്ടെ 50 കൊല്ലം കഴിഞ്ഞിട്ട് കുടിക്കൂല. മോദി മാമായും കുടിക്കാത്തൊക്കെ മട്ട 50 കൊല്ലം കഴിഞ്ഞിട്ടേ പറഞ്ഞോ. നിങ്ങൾ ചോദിക്കാറ് എന്ത് വിവരക്കേടാ ആവശ്യക്കാരെ പറഞ്ഞേന്ന്. എടാ ഉപേ കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിക്കൽ മാത്രമല്ല, കള്ള് ഇവിടെയൊക്കെ നമുക്ക് പറ്റിയത് വ്യാപകമായോ മോളെ? വീട്ടിൽ നിന്ന് കുഞ്ഞിന് ഇറങ്ങിപ്പോണെങ്കിൽ 10 രൂപ വേണം. എന്തിനാ മോനെ? ചോക്ലേറ്റ് മേടിക്കാൻ. എന്ത് ചോക്ലേറ്റ് ഉമ്മ അന്വേഷിക്കാറില്ല. 10 രൂപ കൊണ്ടുപോകുന്ന കുട്ടി പള്ളിക്കുടുത്തി പോകുമ്പോൾ വഴിയോരത്ത് കാണുന്ന സി ക്ലാസ് കടയില് മാല പോലെ തൂങ്ങിക്കിടക്കുന്ന പാക്കറ്റ് ഒരെണ്ണം വാങ്ങുകയാണ്. 10 രൂപ അറ്റന്നുള്ളി. ബാക്കി പാന്റിന്റെ പോക്കറ്റിലേക്ക് വെച്ചു. എവിടെ എത്തി നമ്മുടെയൊക്കെ മക്കള്? ഞാൻ ഒരു കുറെ വർഷം മുമ്പ് ഒരു നാടിനെ പറ്റി കേട്ടിട്ടുണ്ട്. നാട്ടിൽ ധാരാളം കള്ളൂടിയന്മാരാണെങ്കിൽ അവന്മാർ പള്ളിയിൽ വരും. ഒരു നാടിനെ പറ്റി, നാട് ഏതാന്ന് ചോദിക്കരുത്, പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ പറഞ്ഞു തരാം. ധാരാളം കള്ളൂടിയന്മാരുണ്ടെങ്കിലും അവന്മാർ നിക്കിരിക്കാൻ വരും. ഒരു നാടിനെ പറ്റി പറഞ്ഞു കേട്ടാണ് 10 കൊല്ലം മുമ്പ്. ഇപ്പൊ നിങ്ങൾ പറ, നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാല് പോക്കറ്റിൽ നിന്ന് എടുക്കുവാണ്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ പറഞ്ഞ കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം നബിയനാ റസൂലുള്ളാഹി. ലഹരിക്ക് വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അതെല്ലാം കള്ളാണെന്ന് പന്നാറ റസൂലുള്ളാഹി. പാൻ മസാല കള്ളാണ്, സൗന്ദര്യപ്പാക്ക് കള്ളാണ്, ബ്രൗൺ ഷുഗർ കള്ളാണ്, അശീഷ് കള്ളാണ്, കഞ്ചാവ് കള്ളാണ്, ചാരായം കള്ളാണ്, ബീം കള്ള. ഇപ്പൊ കിട്ടണ്ടല്ലോ. എന്നിട്ടാണ് വീഞ്ഞ് ലഹരി ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്ന അതെല്ലാം കള്ളാൻ. ബീഡി കള്ളാണ്, സിഗരറ്റ് കള്ളാണ്, പുകല കള്ളാണ്, ചുരുട്ട് കള്ളാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. ലഹരിക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കുന്നു അതിന്റെ ഒക്കെ പേര് കള്ളാണ്. പറ, വ്യാപകമാണോ? വ്യാപകമാണോ? ഇന്ന് പോക്കറ്റില് പിന്നെ പാക്കറ്റില്ലാത്ത എത്ര മക്കളുണ്ട്? പറ. ഉന്നതമായൊരു കുടുംബത്തിലെ ഒരു മോളെ പാണക്കാട്ടെ തങ്ങന്മാരുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് കഴിച്ചു. ആ പടം സ്വാധീനമാണത്. അത്ര സ്വാധീനമുള്ള ഉപ്പായാണ്. നല്ല കുടുംബം. 3 ദിവസം ഭർത്താവിന്റെ വീട്ടിൽ പോയി ആ കുട്ടി താമസിച്ചില്ല. കോളേജിൽ പോയി ഹോസ്റ്റലിൽ താമസിച്ച അവള് ഇത്ര നീളമുള്ളൂന്നാണ് അവൾ ഉപയോഗിക്കുന്ന സാധനം. എനിക്ക് ഭണ്ഡാരത്തിന്റെ പേരും മറ്ററിയില്ല. അതില്ലാതെ അവൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഭർത്താവിന്റെ കുടുംബം, ആ വീടും എനിക്കറിയാം, നല്ല അന്തസ്സായ കുടുംബമാണ്. തകർന്നു. എത്രയെത്ര സംഭവങ്ങൾ ആ ജനങ്ങളെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു.
ലഹരി ബാധിതരെ സംബന്ധിച്ചോളം നബി തങ്ങൾ പറഞ്ഞു, ലാ തശ്റബന്നൽ ഖംറ ഇന്നഹു റഅസ കുല്ലി ഫാഹിശത്തിൻ. നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, അതെല്ലാ തെറ്റിന്റെയും തലയാണ്. വ്യാപകമാണ് സമുദായത്തിന്റെ ഇടയിൽ. മയക്കുമരുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പിടിക്കുന്നതിൽ 99% കാക്കാടെ പേരല്ലേ? ഇന്ത്യയുടെ ഉന്നതമാകുന്ന നീതിപീഠമാകുന്ന സുപ്രീം കോടതി ഈ രാജ്യത്തെ ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ഇവൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞില്ല. ഈ രാജ്യത്തെ ഒരു ഹിന്ദു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ഇവൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞില്ല. സാക്ഷാൽ കേരളക്കാരനാകുന്ന അസൽ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഉന്നതമാകുന്ന നീതിപീഠമാകുന്ന സുപ്രീം കോടതി പറഞ്ഞു, ഇവൻ അഹങ്കാരിയായ ചെറുപ്പക്കാരനാണ്. ഇപ്പോഴും തടവര കിടക്കുകയാണ്. മുസ്ലിമാണ്, കോടീശ്വരനാണ്. അവൻ ഡെയിലി ഉപയോഗിക്കുന്ന ലഹരി ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ്. തകർന്നില്ലേ? കുടുംബം പോയോ? ഭാര്യ പോയോ? കച്ചവടം പോയോ? കമ്പനി പോയോ? മാതാപിതാക്കൾ പോയോ? നബി തങ്ങൾ പറഞ്ഞു, ലഹരി ഉപയോഗിക്കല്ലേ, എല്ലാ തെറ്റിന്റെയും തലയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോട് പറയാണ്, ജയിലിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ പോരെ നിങ്ങൾക്ക് അനുഭവത്തിന്? ആളെ മനസ്സിലായില്ലേ? ഇതിനാണ് അഡ്രസ് പറയുന്നത്. ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ഗേറ്റിംഗിൽ കാവൽക്കാരനായി നിന്ന മനുഷ്യൻ താൻ ചെല്ലുമ്പോൾ കോടികൾ വിലമതിക്കുന്ന വണ്ടി കടന്നു പോകാൻ ഗേറ്റ് തുറക്കുന്നില്ല എന്നുള്ളത് തോന്നല്, ലഹരിയാണ് തോന്നൽ. നേരെ അവനെ വണ്ടി ഇടിച്ചങ്ങോട്ട് കൊന്നു. കേരളത്തിൽ ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ ചെയ്തിട്ടില്ല, ഒരു ഹിന്ദു ചെറുക്കൻ ചെയ്തിട്ടില്ല. ഈ സമുദായം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? വ്യാപകമായിക്കൊണ്ടിരിക്കല്ലോ ബഹുമാനികളെ. പറ, ഇതൊക്കെ ഉപയോഗിക്കാത്തവരാരാണ്? ബീഡി ഉപയോഗിക്കുന്നവരില്ലേ? സിഗരറ്റ് ഉപയോഗിക്കുന്നവരില്ലേ? പുകയില ഉപയോഗിക്കുന്നവരില്ലേ? പാൻ മസാലകൾ ഉപയോഗിക്കുന്നവരില്ലേ? എന്തിനാ ബഹുമാനികളെ? എന്തിനാ? ലഹരിക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്? അല്ലോ, വിശന്ന് കൊടല് കരിയോടെ അങ്ങാതി. എന്തോ ഒരു വിശപ്പാടാവേ. ഒരു ബീഡി കാട്ടിക്കേ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വലിക്കണ്ടോടാ അങ്ങാതി വിശപ്പ് മാറാൻ വേണ്ടി? അല്ലോ, ദാഹിച്ച് തൊണ്ട ഉണങ്ങുവാടാ അങ്ങാതി. ഒരു ശീർത്തി കാട്ടിക്കേ. ദാഹം മാറാനാണോ ശീർത്ത് വലിക്കുന്നത്? ബഹുമാനികളെ, നമുക്കിതൊക്കെ ഒഴിവാക്കിക്കൂടെ? ഇതൊക്കെ ഉപയോഗിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിലെടുത്ത് പരിശോധിച്ചാലുണ്ട്. നിന്നെ ഈ ഭൂമുഖത്തുനിന്ന് കശാപ്പുകാരനാകുന്ന ട്രംപിനും കശാപ്പുകാരനാകുന്ന നെതന്യാഹുവിനും കശാപ്പുകാരിയാകുന്ന സൂചിക്കും കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ അല്ലാഹു തആല നിന്നെ ജീവനോടെ മണ്ണിന്റെ അടിയിലേക്ക് ആഴ്ത്തിക്കളയുമെന്ന് അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി. വേസ്റ്റ് കുഴിച്ചിടുന്നത് പോലെ, ചണ്ടി കുഴിച്ചിടുന്നത് പോലെ പൊളിക്കടക്കാൻ. ഒന്നാമത്തേത് അതാണ്. ഇതാ ശരിബുൽ ഖുമൂർ, ലഹരി ബാധിതർ വ്യാപകമാകുക. നിയന്ത്രിച്ചോ? മക്കളെയൊക്കെ ഉമ്മമാര് നോക്കണമെന്ന് എനിക്ക് നിർദ്ദേശിക്കാൻ. മക്കളെ സംബന്ധിച്ചിടത്തോളം 90% ഉത്തരവാദിത്വം അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്നത് മാതാക്കളെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടറായ മോള് പോയിന്ന്. ഡോക്ടറായ മോളാകട്ടെ, അതിനപ്പുറത്തുള്ള മക്കളാകട്ടെ, നശിച്ചു പോകുന്നതിൽ നല്ലൊരു ഉത്തരവാദിത്വം മാതാക്കൾക്കുണ്ട്. ശ്രദ്ധിച്ചോളൂ. കാലഘട്ടം വളരെ മോശമാണ്. കുട്ടികളുടെ കൂട്ടുകെട്ടും അവരുടെ ജീവിതവും അവരുടെ കലാലയങ്ങളിലേക്കുള്ള പോക്കും വരവും. ഞാൻ ഈ NH കൂടെ കഴിഞ്ഞ ദിവസം അങ്ങ് കൊല്ലത്ത കൊളത്തൂപ്പടിയാന്ന് എനിക്ക് വഴുതിന് പോകുന്ന വഴിക്ക് ഈ കായംകുളം അങ്ങ് എത്താറായപ്പോ റോഡിന്റെ സൈഡില് രണ്ട് കറുത്ത ചെറുപ്പക്കാര്. അല്ലെ, ഒരാളുടെ നെറ്റിയിൽ കുറിയുണ്ട്, ഒരാളുടെ കയ്യിൽ ചരടുണ്ട്. ഒരാള് ബൈക്കിൽ ഇരിക്കുന്നു, മറ്റയാള് താഴെ ഇറങ്ങിയിരിക്കുന്നു. നന്നായി തലയിൽ തട്ടനിട്ടതായ ഒരു പെൺകുട്ടി, നല്ല വെളുവെളുത്ത പെൺകുട്ടി. യവന്മാരെ രണ്ടുപേരുടെ നടുക്ക് ചേർന്ന് നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ അവളിങ്ങനെ അസ്വസ്ഥതപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞാനല്ല വണ്ടി ഓടിച്ചു, നമ്മുടെ ഒരു പയ്യനുണ്ടാകും. ദേ ഉസ്താദേ, ഒന്ന് ശ്രദ്ധിച്ച ഉസ്താദേ. ഞാൻ നോക്കുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. എന്റെ ബഹുമാനികളെ, ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കുകയാണ്. ഒരു കുറി തൊട്ടതായ പെൺകുട്ടിയുടെ അടുക്കൽ ഒരു തൊപ്പി വെച്ചതായ ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയോരത്ത് നിന്നാൽ അവൻ ജീവനും കൊണ്ട് ആ റോഡിന്റെ അരികിൽ നിന്ന് പോവോ? ഒരു കുറി തൊട്ട പെൺകുട്ടി
ഒരു തൊപ്പി വച്ച ചെറുപ്പക്കാരൻ. ഇല്ല, അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ചുറ്റും വല വിരിച്ചിരിക്കുകയാണ്, ചുറ്റും വലയാണ്. പെൺകുട്ടികൾക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചോളെ. നബി തങ്ങളുടെ ഹദീസ് മറക്കണ്ട. ഇയ്യാക്കും, ഗൗരവതരമായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഇയ്യാക്കും ഇയ്യാക്കും ഖദറാഉദ്ദിമൻ. ഖീല വമാ ഖദറാഉദ്ദിമൻ യാ റസൂലല്ലാഹ്? ഖാല അൽ മർഅത്തുൽ അസ്നാഉ ഫിൽ മൻബത്തി സൂയി. നബിയുനാ റസൂലുള്ളാഹി, കുപ്പക്കൂനയിൽ മുളയ്ക്കുന്ന പച്ചപ്പിനെ നിങ്ങൾ സൂക്ഷിക്കുക ജനങ്ങളെ. എത്ര കൊല്ലം പഴക്കൊണ്ട് നോക്കി. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നബിയെ കുപ്പക്കൂനയിൽ മുളയ്ക്കുന്ന പച്ചപ്പ്? ഖാല അൽ മർഅത്തുൽ ഹസനാഉ ഫിൽ മൻബത്തി സൂയി. നബിയുനാ റസൂലുള്ളാഹി, ദീനീ സംസ്കാരമില്ലാത്ത കുടുംബത്തിലെ സൗന്ദര്യമായ പെൺകുട്ടിയാണ്, സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് തന്നെയാ സൗന്ദര്യം. ദീനീ സംസ്കാരം ആ കുടുംബത്തിലില്ല. അങ്ങനെയുള്ള കുടുംബത്തിലെ പെൺകുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പോട്ടെ, വിഷയതല്ല. അപ്പൊ ഒന്നാമത്തേത് ലഹരി ബാധിതർ വ്യാപകമാകലാൻ. ഇദാ ശരിബുൽ ഖുമൂർ വലബിസുൽ ഹരീർ. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു ലബിസുൽ ഹരീർ, പട്ട് ധരിക്കുന്ന പുരുഷന്മാർ സമൂഹത്തിൽ വ്യാപകമാകുക. വലത്തെ കൈയിൽ സ്വർണവും ഈ ഇടത്തെ കൈയിൽ പട്ടും എടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞു ഹാദാനി ഹറാമാനി, ഇത് രണ്ടും നിഷിദ്ധമാണ് എന്റെ സമുദായത്തിലെ പുരുഷന്മാർ. സ്വർണവും പട്ടും. സ്വർണത്തിന്റെ മോതിരാകട്ടെ. ഇപ്പൊ തന്നെ കല്യാണത്തിനൊക്കെ നിക്കാഹിനെ ഒരു കുടുംബത്തിലേക്ക് ഒരു അംഗം കയറി വരുന്നതാണ്. ആ കുടുംബത്തിലെ അസൽ മാതാവാകുന്ന ഉമ്മ മരുമകനായ മോനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഹറാം ഇട്ട് കൊടുത്തിട്ടാണ്. വളരെ സൂക്ഷിക്കുക. ആണുങ്ങൾക്ക് സ്വർണത്തിന്റെ ആവശ്യം ഇല്ല. മാലയാകട്ടെ മോതിരമാകട്ടെ എന്തായാലും മുസ്ലിം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം അവർക്ക് ആവശ്യമില്ല. അവരതില്ലാതെ തന്നെ അഴകുള്ളവരാന്നാണ്. എന്നെ ത്യാഗരുത് കേട്ടോ. ജന്മനാൽ സൗന്ദര്യമുള്ളവരാണ് പുരുഷ വിഭാഗം എന്ന് പറഞ്ഞത്. ഞാൻ ആളായതുകൊണ്ടിട്ട് പറയല്ലോ എന്റെ പൊന്നാര മോളെ. പുരുഷൻ ജന്മന അഴകുള്ളതാണ്, സ്ത്രീ ജന്മന അഴകില്ലാത്തതാണ്. അത് മനുഷ്യരിൽ മാത്രമല്ല, ബാക്കി എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. കോഴി, പൂവൻകോഴി അങ്ങനെ നിൽക്കണ കണ്ടാൽ പിന്നെ അങ്ങോട്ട് അർത്താർഞ്ഞിങ്ങോട്ട് റോസ്റ്റ് ചെയ്യാറുണ്ട്. നേരെ മേടിച്ച് വലിയ മുട്ടയിടണ ഒരു കോഴിപ്പട അതിങ്ങനെ അവിടെ നിൽക്കണം, വലിയ വയറും വെച്ചോണ്ട്. ഇവിടെ അങ്ങോട്ട് പൊരിച്ചറിഞ്ഞ് തിന്നാർന്നു എല്ലാവരും പറയോ. കോഴി അങ്ങനെ ഏതെടുത്ത് നോക്കോ, മയില് എടുത്ത് നോക്കേ, അവൻ ആ വാലങ്ങോട് അതിന്റെ ആ തുത്ത ചുപ്പിന്റെ വാലങ്ങോട് വിരിക്കുമ്പോൾ 7 കളറാ. ആ സ്ഥാനത്ത് പെൺമയിലൊന്ന് വിരിക്കട്ടെ. സിംഹം, ആൺസിംഹം അങ്ങോട്ട് നിന്നാൽ എന്താ ഗമ. പെൺസിംഹം ഒന്ന് അങ്ങോട്ട് നിൽക്കട്ടെ, ട്രിമ്പിന്റെ അധികം ക്ലീശയൊക്കെ ചെയ്ത്. നിങ്ങൾ ഏത് വകുപ്പ് എടുത്ത് പരിശോധിക്കും, ആണ് പെണ്ണ് എടുത്ത് പരിശോധിക്കും. ഞാൻ നേരത്തെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെയാണ് വളരെയധികം പോക്കേ. കൊല്ലത്തുനിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഈ അടുത്ത് വെച്ച് ഇങ്ങനെ ഒരു തുണിക്കടയുടെ പരസ്യം. എന്താ പരസ്യം എന്നറിയോ? ഒരു കൊച്ചു ആൺകുട്ടി അവനിങ്ങനെ നിന്ന് മൂത്രം ഒഴിക്കുക. ഈ മൂത്രം ഇങ്ങനെ പോടുന്ന മൂപ്പര് നോക്കിയിരിക്കുകയാണ്. നമുക്ക് ആർക്കും അത് കാണുമ്പോ അവന്റെ മുള്ളലും ഉണ്ടാകും. ആരും മനസ്സുകൊണ്ട് അത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അതേ പ്രായത്തിൽ ഒരു പെൺകുഞ്ഞ് അങ്ങനെ നിന്ന് മൂത്രം ഒഴിച്ചാൽ എന്ത് പറയുവാണ്? ഇതാരാടാ ഈ പരസ്യം? അടുത്ത് മാറ്റാൻ പറഞ്ഞു. എല്ലാം അങ്ങനെ. നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോ നമ്മുടെ കുഞ്ഞോ ആൺകുട്ടി ഷഡ്യൊന്നും ഇടാതെ ഓടി ഇങ്ങോട്ട് വരികയാണ്. നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യും? വേണമെങ്കിൽ ഒരു തട്ടൊക്കെ കൊടുത്തിട്ട് എന്ത് വിട്ടാണ് അങ്ങനെ കാണിച്ചോണ്ട് വന്നെ. എനിക്ക് നിക്കറിട്ട്
കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ചോദിക്കും. നേരെ മറിച്ച് അതേ പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ഷഡ്ഡി ഇടാണ്ട് വരട്ടെ, നമ്മൾ എന്ത് ചെയ്യും? മോളെ 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 കൊച്ചിനെ ഷഡ്ഡി ഇടിച്ചുട്ടേ. ജന്മനാൽ അഴകുണ്ട് നിനക്ക്. നീ ഷർട്ടിന്റെ ബട്ടൺസ് അടിയിലത്തെ ബട്ടൺസ് ഇവിടെ കയറ്റിയിട്ടാലും അതിന് അഴകുറവൊന്നുമില്ല. അത് അഴക് തന്നെയാണ്. മുടി ചീയാലും അഴക, ചീയില്ലെങ്കിലും അഴക. അങ്ങനെയല്ല, മറ്റതങ്ങനെയല്ല. മക്കനെ ഇടേണ്ടതുപോലെ ഇട്ടില്ലെങ്കിൽ മഹാവനകാടാ. ഇനി സാരി ഉടുക്കാന്നിരിക്കട്ടെ, 3/4 മണിക്കൂർ വേണം ആ ഞെറിയൊന്ന് ശരിയാക്കി ശരിയാക്കാൻ. ഒരു ഞെറി എങ്ങാനും തെറ്റിപ്പോയി എന്ത് ഭ്രാന്തിച്ച് എവിടെ നിന്ന് വന്നത് ഇത് തന്നെ. അപ്പൊ ആ പോരായ്മ പരിഹരിക്കാനാണ് ഇബ്രാഹിം നബി കണ്ടില്ലേ ഹാജറ ബീവി പിന്നെ ഹാജറ ബീവിനെ കേസിൽ ശിക്ഷിച്ചത്. സാറാ ബീവിയുടെ പരാതി കേട്ടിട്ടാണ് കാതങ്ങോട്ട് തുളച്ചിട്ട് അങ്ങോട്ട് തുളച്ചോ. അങ്ങോട്ട് നീ എന്തിനാ ഇപ്പൊ ഈ കുസൃതി കാണിച്ചെന്ന് വെച്ചോണ്ട് കമ്പി കൊണ്ടിട്ട് അവിടെ തുളച്ചപ്പോ മൂപ്പത്തേര് എന്ത് ചെയ്തു? പയ്യ ഒരു വളയം എടുത്തിട്ട് അതിലേക്ക് ഇട്ടു. കാണുന്നു നല്ല ഭംഗി. കമ്മലിട്ടില്ലെങ്കിൽ മുഖത്തിന് ഭംഗിയില്ല, മാല ഇട്ടില്ലെങ്കിൽ മാറിടത്തിന് ഭംഗിയില്ല, വള ഇട്ടില്ലെങ്കിൽ കൈക്ക് ഭംഗിയില്ല, അരഞ്ഞാണം ഇട്ടില്ലെങ്കിൽ അരഭാഗത്തിന് ഭംഗിയില്ല, പാദസരം ഇട്ടില്ലെങ്കിൽ പാദത്തിന് ഭംഗിയില്ല. നീ എന്തിനാണ് ആ പെൺപൂസ മാല ഇടുന്നത്? നീ എന്തിനാ മോതിരം ഇടുന്നത്? ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ അക്കാരണത്താൽ അടിയിലേക്ക് ആഴ്ത്തിക്കളയൂ. ഒന്നാമത്തേത് ഇതാ ശരിബുൽ ഖുമൂർ, ലഹരി ബാധിതർ വ്യാപകമാകലാണ്. രണ്ടാമത്തേത് പുരുഷൻ പട്ടോ സ്വർണമോ ധരിക്കലാണ്. വത്തഖദുൽ ഖൈനാത്ത്. മൂന്നാമത്തേത് വിനോദ ഉപകരണങ്ങളുടെ അതിപ്രസരമാണ്. പണ്ടൊക്കെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അല്ലോ ഹറാമാണ്, നരകത്തിൽ പോകുന്നൊക്കെ പറയും. ഇപ്പോഴോ എത്ര മാറ്റം വന്നു നോക്കി. നേരത്തെ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ ഫ്രണ്ടില് ഒരു നിസ്കാരപ്പായ കുത്തി വെച്ചിട്ടുള്ള ഒരു പുല്ലുവായി, ഒരു ഒളു എടുക്കാനുള്ള പാത്രം ഉണ്ടാകും, ഒരു മുസഹഫ് ആ വാതിലിന്റെ മുകളിൽ സുരക്ഷിതമായി വെച്ചിട്ടുണ്ടാവും, ഒരു തസ്ബീഹ് മാല ആണിയെ തൂക്കിയിട്ടുണ്ടാവും. ഇന്നൊരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ കാണുന്ന എന്താണ്? 1-ാം നമ്പർ വിനോദോപകരണമാണ് ആദ്യം കാണുക. നബിത്തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ പുറകിൽ ഒരു പൂക്കച്ചവടം നടക്കുകയാണ്. എന്താ? പുസ്തകം രചിച്ചിട്ട് മുൻഗാമികളുടെ ചില കഥകളൊക്കെ രചിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കി പുറത്തു കൊണ്ടുവന്നിട്ട് ഒരുത്തൻ കച്ചവടം ചെയ്യാണ്. ആളുകൾ ഇത് ചൂടപ്പം പോലെ വാങ്ങിക്കുകയാണ്. നബിത്തങ്ങൾ ഓതുന്ന ഖുർആൻ ശ്രദ്ധിക്കുന്നില്ല. ആ സന്ദർഭത്തിലാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് മനുഷ്യനെ തിരിക്കുന്ന വിനോദ ഉപകരണങ്ങൾ വാങ്ങുന്നവരെ വലഹും അദാബും മുഹീൻ, അവരോട് തങ്ങൾ പറ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വിനോദോപകരണം ഇല്ലാത്ത വീടിന് ഏതാണ്? വ്യാപകമായി അടിയിലേക്ക് പോകാൻ. ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് ബാമുസ്ലിയാരൊക്കെ പറയാറുള്ളതാണെന്നറിയോ? ഇതൊന്നും ആവശ്യമില്ല. വിനോദ ഉപകരണങ്ങൾ കുടുംബത്തിലിരിക്കുമ്പോൾ അവിടെ ആനന്ദിക്കുന്നത് ശൈത്താനിനാണ്. അവിടെ റഹ്മത്തിന്റെ മലക്കുകൾക്കല്ല മരണസമയം കടന്നു വരാൻ അനുവാദം, അവിടെ സബാനിയാക്കളായ മലക്കുകൾക്കാണ്. വേഷവിധാനങ്ങളെ കൊണ്ട് മുസ്ലിം പുരുഷനെയും അമുസ്ലിം പുരുഷനെയും, മുസ്ലിം സ്ത്രീയെയും അമുസ്ലിം സ്ത്രീയെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാവുക. മനസാക്ഷിയോട് ചോദിക്കും. മത്തായി ഷേവ് ചെയ്തിട്ടുണ്ട്, മമ്മാലിയും ഷേവ് ചെയ്തിട്ടുണ്ട്. മത്തായി ക്രോപ്പ് ഇട്ടിട്ടുണ്ട്, മമ്മാലിയും ക്രോപ്പ് ഇട്ടിട്ടുണ്ട്. മത്തായി മടക്കി കുത്തിയിട്ടുണ്ട്, മമ്മാലി മടക്കി കുത്തിയിട്ടുണ്ട്. മത്തായി ചീട്ട് കളിക്കണുണ്ട്, മമ്മാലി ചീട്ട് കളിക്കുന്നുണ്ട്. മത്തായി ഇരിക്കണില്ല, മമ്മാലി ഇരിക്കണില്ല. മുസ്ലിം ആണിനെ അമുസ്ലിം ആണിനെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതാവുക. അങ്ങനെയാണ് മുസ്ലിം സ്ത്രീയെയും അമുസ്ലിം സ്ത്രീയെയും തിരിച്ചറിയാൻ പറ്റാതാവുക. ഐഷാമ സാരി ഇട്ടിട്ടുണ്ട്, ഷോഷാമ സാരി ഇട്ടിട്ടുണ്ട്. ഐഷാമ മുല്ലപ്പൂടിയിട്ടുണ്ട്, ഷോഷാമ മുല്ലപ്പൂടിയിട്ടുണ്ട്. ഐഷാമ കെട്ടിയോനെ തല്ലണുണ്ട്, ഷോഷാമ കെട്ടിയോനെ തല്ലണുണ്ട്. ഐഷാമ നിക്കരിക്കണില്ല, ഷോഷാമ നിക്കരിക്കണില്ല. ശരിയാണോ ഇതൊക്കെ?
ഇങ്ങനെയുള്ള അടയാളങ്ങൾ സമൂഹത്തിൽ വ്യാപകമാകുമെന്ന് എപ്പോഴ് ഈമാൻ നഷ്ടപ്പെട്ടാൽ. ജനങ്ങളെ അങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്കാണ് എത്തി നിൽക്കുന്നതെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ ജീവിതം നാളത്തെ ജീവിതത്തിലേക്കുള്ള വിജയത്തിന്റെ നാന്ദിയാണ് ജനങ്ങളെ. അതുകൊണ്ട് ഇത് ശാശ്വതമായതല്ല, നൈമിഷികമായതാണ്. ആഖിറത്തിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, ആഖിറത്തിൽ വിജയിച്ചവരാകാൻ, ഈ ഭൂമുഖത്ത് നിന്ന് വിജയത്തിന്റെ റിസൾട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ, മുസ്ലിമായിട്ട് മരിക്കാൻ നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മറ്റ് വ്യാപാരത്തിലും കൃഷിയിലും കച്ചവടത്തിലും എന്ന് വേണ്ട എല്ലാറ്റിലും നബിത്തങ്ങൾക്ക് പൊരുത്തപ്പെട്ട ജീവിതത്തിലേക്ക് മടങ്ങാൻ നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ ഇപ്പോൾ വിരാമമിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഇരുകൂട്ടർക്കും അല്ലാഹു തആല ഫലപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.